പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടി നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധമായ ദിവസം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കലോ. ഈ 27-ാം തീയതി ശനിയാഴ്ച നമുക്ക് ഒരുമിച്ച് ഈ ആണ്ടിൻ്റെ അവസാന മാസം അവസാനത്തെ ശനിയാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, തിരുസന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ആയുസ്സിന് ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും, അഭിഷക്തമാർക്കും, പിതാക്കന്മാർക്കും, മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാനായി 136-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 13-ാമത്തെ വാക്യം. 136-ാമത്തെ സങ്കീർത്തനം 13-ാമത്തെ വാക്യം. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. നമുക്കറിയാം, വേദപുസ്തകത്തിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് 136-ാമത്തെ അധ്യായം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നിറയപ്പെട്ട ഒരു അധ്യായമാണ്. സ്തോത്രം. 26 വാക്യങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹം വ്യക്തമായി വെളിപ്പെടുത്തുന്ന സങ്കീർത്തന വേദഭാഗങ്ങളിൽ ഒരു സങ്കീർത്തനമാണ് 136-ാമത്തെ സങ്കീർത്തനം. നമുക്കറിയാം, ഇതിൻ്റെ എഴുത്തുകാരനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട. ഇതിൻ്റെ എഴുത്തുകാരൻ ദാവീദ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ആമേൻ, വായിച്ച തിരുവെഴുത്ത് ഇതാണ്: ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ ദയ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞു വരുന്ന സമയത്ത്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഈ പശ്ചാത്തലം അറിയാം. ആമേൻ. മോശ തൻ്റെ ജനവുമായി മിസ്രൈമിൽ നിന്ന് കടന്നു വരുമ്പോൾ, ആമേൻ, മഹാസമുദ്രങ്ങളെല്ലാം കടന്ന് ചെങ്കടലിൻ്റെ മുൻപിലെത്തിയപ്പോൾ ദൈവം അവരുടെ മുൻപിൽ മോശയുടെ കൈയാൽ, പ്രാർത്ഥനയാൽ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചു. സ്തോത്രം. ഇന്ന് പകലിൽ, ഈ പ്രഭാതത്തിൽ, ഈ വർഷത്തിൻ്റെ അവസാന ശനിയാഴ്ച ദൈവത്തിൻ്റെ ആത്മാവ് ആരുടൊക്കെയോ ദൈവാലോചന വിളിച്ചു പറയുന്നു. സ്തോത്രം. നിന്റെ മുൻപിൽ ഇന്നലെ വരെ നീ, ആമേൻ, സഹിച്ചതും, ഇന്നലെ വരെ നീ വേദനിച്ചതും, ഇന്നലെ വരെ, ആമേൻ, സ്തോത്രം, നീ അനുഭവിച്ചതുമായ സകല നിന്ദകളും ഈ ചെങ്കടൽ കടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്ന് സകലതും മാറാൻ പോകുകയാണ്. എന്നാൽ അതിൻ്റെ 23-ാമത്തെ വാക്യം പറയുന്നു: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കണ്ടോ? ആമേൻ. 25-ന്റെ പ്രാരംഭം മുതൽ ഈ അവസാനത്തെ ശനിയാഴ്ച വരെ നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് ഇന്ന് പകലിൽ നന്ദി കരേറ്റാൻ മറന്നു പോകരുത്. കേട്ടോ? ആമേൻ. എത്രയോ പേർ നമ്മുടെ കൂടെ സഞ്ചരിച്ചു, അല്ലേ? നമ്മുടെ സമപ്രായക്കാർ, നമ്മേക്കാൾ വിദ്യാസമ്പന്നർ, നമ്മേക്കാൾ വാചാതുര്യമുള്ളവർ, നമ്മേക്കാൾ, ആമേൻ, സ്തോത്രം, കഴിവുള്ളവർ, ആമേൻ, സമ്പത്തുള്ളവർ, ആമേൻ, ഒന്നിനും കുറവില്ലാത്തവർ എല്ലാവരും നമ്മുടെ വിട്ട് കടന്നു പോയില്ലേ? ആമേൻ. എന്നാൽ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അതാ ഇവിടെ പറഞ്ഞത്: ജനത്തെ ചെങ്കടലിൻ്റെ മുൻപിൽ തള്ളിയിട്ട് കൊല്ലാമെന്ന് പറഞ്ഞ്, ആമേൻ, സ്തോത്രം, ഫറവോനും സൈന്യവും അവരെ പിന്തുടരുമ്പോഴും, ഹല്ലേലൂയ, അവരെ ചെങ്കടലിൻ്റെ മുമ്പിൽ വെച്ച് പിടിക്കാം എന്നെല്ലാം അവർ ഇങ്ങനെ വളരെ ശക്തമായി സഞ്ചരിക്കുമ്പോൾ 12-ാം വാക്യം പറയുന്നു: ബലമുള്ള, ആമേൻ, കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. കർത്താവിൻ്റെ കരത്തിൽ ഒരു മനുഷ്യൻ, ആമേൻ, ചേർക്കപ്പെട്ടാൽ അവനെ കരത്തിൽ നിന്ന്, ആമേൻ, സ്തോത്രം, തട്ടിക്കൊണ്ടു പോകുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ല. കാരണം ദൈവം നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ. ഹല്ലേലൂയ. 4-ാം വാക്യം പറയുന്നു: ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, ആമേൻ, അവൻ്റെ ദയ എന്നേക്കും. ഈ ആണ്ട് കണ്ട എത്രയോ പേർ, ഇതിൻ്റെ പ്രാരംഭം കണ്ട എത്രയോ പേർ, ആമേൻ, ഇതിൻ്റെ അവസാനം കാണാൻ കഴിയാതെ ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ദൈവകുഞ്ഞെ, ഹല്ലേലൂയ, തലമുറകളെ നോക്കി, ആമേ, കുടുംബത്തെ നോക്കി,
ദൈവം തന്ന എല്ലാ സാഹചര്യങ്ങളെയും നോക്കി നന്ദി കരേറ്റുവാൻ മാത്രമേ നമുക്ക് കഴിയൂ. മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. നന്ദി കരേറ്റാം, ദൈവത്തിന് നന്ദി കരേറ്റാം. 24 വാക്യം പറയും, നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. ആമേൻ. നമുക്കൊത്തിരി വൈരികളുണ്ടായിരുന്നു. പലപ്പോഴും രക്തബന്ധങ്ങൾ വരെ നമുക്ക് വൈരികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മെ സ്നേഹിച്ചവർ, നാം ആദരിച്ചവർ, ബഹുമാനിച്ചവർ, നാം വിശ്വസിച്ചവർ പലപ്പോഴും നമുക്ക് വൈരികളായി തീർന്നൊരു വർഷമായിരുന്നു. പക്ഷേ ആമേൻ, ദാവീദ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് ഹല്ലേലൂയ ദയ എന്നേക്കുമുള്ളത്. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ആയിരക്കണക്കിന് പ്രാവശ്യം നമ്മെ വിടുവിച്ചൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു തീരാൻ ആമേൻ വാക്കുകളില്ല. സ്തോത്രം. പറയാൻ വാക്കുകളില്ല. കാരണം അത്രമേൽ ദൈവം നമ്മെ സ്നേഹിച്ച ദൈവമാണ്. ഈ പ്രഭാതവേളയിൽ, ഈ വർഷത്തിൻ്റെ അവസാന ശനിയാഴ്ച, സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവാലോചന പറയുന്നു. ആമേൻ, നിന്റെ പിന്നാലെ സഞ്ചരിച്ച വൈരികൾ, ഹല്ലേലൂയ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ആമേൻ നശിപ്പിച്ചു കളയുവാൻ, ശുശ്രൂഷകളെ ഉടച്ചു കളയുവാൻ, ആമേൻ ചില തിന്മയുടെ വൈരികൾ പോർ വിളിച്ചെങ്കിലും, ആമേൻ 25 വാക്യം പറയുന്നു, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. സകല ജഡത്തിനും, സകല മനുഷ്യർക്കും ആഹാരം കൊടുക്കുന്ന, ആമേൻ, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് വിശപ്പ്. ഹല്ലേലൂയ. ഓരോ മനുഷ്യനും വിശപ്പിന് വേണ്ടിയാണ്, അതൊന്ന് തീർക്കുവാനാ ജോലിക്ക് പോകുന്നത്. ഒരു മനുഷ്യന് വിശപ്പും ദാഹവുമാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശപ്പൊന്ന് മാറണം, ദാഹമൊന്ന് മാറണം. ഇത് രണ്ടും അവന് കിട്ടുകയാണെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവൻ എന്ത് ജോലിയും ചെയ്യുവാൻ തയ്യാറാകുന്നു. ആമേൻ. നമുക്കറിയാം, മിസ്രൈമിൽ ആമേൻ 430 സംവത്സരം ആമേൻ അടിമകളായിരുന്ന ഇസ്രായേൽ ജനം, ആമേൻ, അവർ വിശപ്പ് മാറുവാൻ പോലും അവർക്ക് ആഹാരം കിട്ടാതെ, ആമേൻ, പലപ്പോഴും അവർ വിശപ്പ് പൂർത്തീകരിക്കാൻ കഴിയാതെ, ഒരു നേരത്തെ വിശപ്പ് മാറുവാൻ പോലും അവർക്ക് ആഹാരം കിട്ടാതായി. ആമേൻ, അതികഠിനമായ ആമേൻ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിച്ചു. ആമേൻ, സ്തോത്രം. അവർക്ക് നിവർന്നിക്കാൻ പോലും കഴിയാത്ത തലത്തിൽ, ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും കഴിയാത്ത തലത്തിൽ, ആമേൻ, ഇരുന്ന് കഴിഞ്ഞാൽ ചാട്ടവാറ് കൊണ്ട് അവരെ അടിക്കും. ആമേൻ, സ്തോത്രം. ഗർഭിണികൾ വരെ ആമേൻ അതിനകത്ത് ആമേൻ അവരുടെ ചാട്ടവാറുകളാൽ അടിയേറ്റ് ആമേൻ കഠിന വേല ചെയ്യേണ്ടി വന്നു. ആമേൻ, കുഞ്ഞു കുട്ടികൾ വരെ അതിനകത്ത് കഠിന വേലകൾ ചെയ്യേണ്ടി വന്നു. ആമേൻ. വാക്യം നോക്കിയ സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ ആമേൻ ആ സ്നേഹം, ദൈവത്തിൻ്റെ ആദരവ്, ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം, അതിശക്തമായ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലയിൽ, നമ്മുടെ ആമേൻ സ്തോത്രം ജീവിതത്തിൻ്റെ ആമേൻ സ്തോത്രം ആ മേഖലയ്ക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ. ദൈവം നമുക്ക് വേണ്ടി വൈരികളുടെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. 107 സങ്കീർത്തനിക്കുമ്പോൾ 107 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു ദൂത് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാം. 107 സങ്കീർത്തനം, ആമേൻ സ്തോത്രം. 107 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന് 2 വാക്യം പറയുന്നു, യഹോവ വൈരികളുടെ കയ്യിൽ നിന്നും വിടുവിക്കുകയും, ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, ആമേൻ, കിഴക്കും പടിഞ്ഞാറും വടക്കും കടലും ഉള്ള ദേശങ്ങളിൽ നിന്നും ആമേ കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ നിന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി ആഹാരം കൊടുത്ത ദൈവം, അവരെ ജീവനെ സൂക്ഷിച്ച ദൈവം. അതാണ് 26 വാക്യം പറയുന്നത്. ആമേൻ, സ്വർഗസ്ഥനായ ദൈവത്തിന്
സ്തോത്രവും ചെയ്യുവീൻ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദയക്കകത്ത് ആമേൻ മറഞ്ഞിരിക്കുന്ന ദൈവകുഞ്ഞെ ആത്മാവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സർവശക്തൻ ഇന്ന് പകൽക്കാലം നമ്മെ ഇടയാക്കട്ടെ. 13-ാമത്തെ വാക്യം കുറിവാക്യം പറയുന്നു, ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഈ 2025 എന്തെങ്കിലും ഒരു നന്മ ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറയാമോ ഈ പ്രഭാതത്തിൽ, കർത്താവേ നിന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് പറയാം, ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. ദൈവകുഞ്ഞെ, നമ്മെ മാനിച്ച, നമ്മെ സ്നേഹിച്ച, നമ്മുടെ ആയുസ്സിന് കേടുവരുത്താത്ത, നന്മയ്ക്ക് നന്മ ഒത്തിരി നമുക്ക് നൽകിയ ആ ദൈവത്തിന് നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന കർത്താവെ, മുഴുവൻ ജനത്തെയും, മുഴുവൻ അഭിഷക്തന്മാരെയും, ഈ ചാനലിൽ കൂടെ കാണുന്ന എല്ലാ വ്യക്തികളെയും അപ്പൻ്റെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. സർവശക്തൻ്റെ കൃപയുടെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.